ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുഭ്യോ നമഃ. ഹരേ കൃഷ്ണ. നമ്മളിന്ന് മഹാഭാരത യുദ്ധം ഉണ്ടാവാനുണ്ടായ ആ ഒരു സന്ദർഭം, പിന്നെ ഭഗവാൻ എപ്പോഴാണ് ഭഗവത്ഗീത ഉപദേശിച്ചത്, എന്താണ് ഭഗവത്ഗീത, അത് ആർക്കാണ് ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നത്, അതിനുണ്ടായ സന്ദർഭം എന്താണ്, ഈ മഹാഭാരത യുദ്ധം ഉണ്ടാവാണ്ടായ സന്ദർഭം എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമുക്ക്, അല്ലേ? വളരെ എന്താ പറയുക, കുറച്ചെങ്കിലും നമ്മൾ നമ്മുടെ ഈ സനാതന ധർമ്മത്തിലത്തെ കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. കുറേ പേർക്കൊക്കെ അറിയാം, ഭഗവത്ഗീതയും ഭാഗവതമൊക്കെ അറിയുന്നവരിഷ്ടം പോലെ ഈ ഗ്രൂപ്പിലുണ്ട്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. അപ്പോൾ ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ എന്താ? അത് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെ മഹാഭാരത യുദ്ധമുണ്ടായ സമയത്ത് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, അതാണ് ശ്ലോകം തുടങ്ങണത്. അതേ ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിലെ യുദ്ധസന്നിഹിതനായിട്ട് കൗരവരും പാണ്ഡവരും യുദ്ധത്തിന് വരികയാണ്. ആ യുദ്ധത്തിന് വന്നിട്ട് അപ്പോൾ അർജുനൻ എല്ലാ സന്നാഹങ്ങളോടു കൂടിയാണ് യുദ്ധത്തിന് വരണത്. യുദ്ധത്തിന് വന്നിട്ട് ഭഗവാനാണ് അർജുനനെ യുദ്ധം ചെയ്യാനായിട്ടുള്ള എല്ലാ സന്നാഹങ്ങളോടും കൂടിയിട്ട് വരുമ്പോൾ അർജുനൻ്റെ തേരാളിയായിട്ടാണ് ഭഗവാൻ, ഈ ലോകം മുഴുവൻ പരിപാലിക്കുന്ന ഭഗവാൻ അർജുനൻ്റെ തേരാളിയായിട്ട് വരികയാണ്. അങ്ങനെ ഈ യുദ്ധക്കളത്തിൽ വന്ന് നിന്നപ്പോൾ അതുവരെ എല്ലാ തയ്യാറെടുപ്പോടും കൂടി വന്ന അർജുനൻ ഈ കുരുക്ഷേത്രത്തിൽ, അതായത് ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിലെ യുദ്ധസന്നിഹിതനായിട്ട് വന്നിട്ട് ഭഗവാനോട് പറയുകയാണ്, കൃഷ്ണ, ഈ രണ്ട് സൈന്യങ്ങളുടെയും നടുവിൽ കൊണ്ടുവന്നിട്ട് ആ തേര് നിർത്തൂ എന്ന് പറയുകയാണ്. അതായത് യുദ്ധസന്നിഹിതരായിട്ട് വന്ന ആ യോദ്ധാക്കൾ, സൈന്യം, അതൊന്ന് ഞാൻ കാണട്ടെ കൃഷ്ണ. അപ്പോൾ രണ്ട് സൈന്യങ്ങളുടെയും, അതായത് കൗരവ പടയുടെയും പാണ്ഡവ സൈന്യം, അവരുടെ രണ്ട് സൈന്യത്തിൻ്റെയും നടുവിൽ വന്ന് തേര് നിർത്താൻ പറയാണ്. അങ്ങനെ ഭഗവാൻ തേര് തെളിച്ച് രണ്ട് സൈന്യത്തിൻ്റെയും നടുവിൽ കൊണ്ട് നിർത്തുകയാണ്. അവിടെ നിന്നിട്ട് അർജുനൻ ഈ രണ്ട് സൈന്യത്തെയും നോക്കുകയാണ്. ആ നോക്കിയ സമയത്ത് അതിനു മുമ്പ് അറിയാം ആരോടാണ് യുദ്ധം ചെയ്യണ്ടേ, എല്ലാം അറിയാം അർജുനന്. പക്ഷേ തീരെ നിവൃത്തിയില്ലാത്തൊരു ഘട്ടം വരുമ്പോഴാണ് ഇവർ മഹാഭാരത യുദ്ധം പ്രഖ്യാപിക്കുന്നത്. പല പ്രാവശ്യവും ഭഗവാൻ തന്നെ കൗരവരോട് പറയുന്നുണ്ട്, അതായത് രണ്ടു പേർക്കും അവകാശപ്പെട്ടതാണ് ഈ സാമ്രാജ്യം. അപ്പോൾ ഈ പാണ്ഡവർക്ക് ഒരു തരി ഭൂമി പോലും കൊടുക്കില്ല എന്ന് ഈ കൗരവർ പറയാണ്. അപ്പോഴാണ് ഈ യുദ്ധം പ്രഖ്യാപിക്കുന്നത്. ആ യുദ്ധം പ്രഖ്യാപിച്ചിട്ട് യുദ്ധസന്നിഹിതനായിട്ട് എല്ലാവരും എത്തി കുരുക്ഷേത്രത്തിൽ. പക്ഷേ രണ്ട് സൈന്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ തൻ്റെ ബന്ധുക്കളെയും തൻ്റെ പിതാമഹനാണ് ഭീഷ്മ പിതാമഹൻ എന്ന് പറയും, ഭീഷ്മര്, പിന്നെ തൻ്റെ ഗുരുവായ ദ്രോണാചാര്യർ, പിന്നെ എല്ലാം തൻ്റെ സഹോദരന്മാർ, ബന്ധുക്കൾ, അമ്മാവന്മാർ,
അപ്പോൾ ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ ഈ രണ്ട് സൈന്യങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടാവും, രാജ്യത്തിന് തന്നെ നാശം വരും. അതൊക്കെ ആലോചിച്ചപ്പോൾ അർജുനൻ പെട്ടെന്ന് ആകെ വിഷമത്തിലാവുകയാണ്. എന്നിട്ട് കൃഷ്ണനോട് പറയുകയാണ്, എനിക്ക് യുദ്ധം ചെയ്യാൻ ഒരിക്കലും കഴിയില്ല കൃഷ്ണ. ഞാൻ ആരോടാണ് യുദ്ധം ചെയ്യണേ? എൻ്റെ ബന്ധുക്കളോട്, എന്നെ വളർത്തിയ, ഞങ്ങളെ അത്രയും സ്നേഹം തന്നു വളർത്തിയ ഞങ്ങളുടെ പിതാമഹനായ ഭീഷ്മരോട്. പിന്നെ എനിക്ക് എല്ലാ വിദ്യകളും, അതായത് രണ്ടുപേർക്കും, കൗരവർക്കും പാണ്ഡവർക്കും എല്ലാ വിദ്യകളും നൽകി അനുഗ്രഹിച്ച ഞങ്ങളുടെ ഗുരുവായ ദ്രോണാചാര്യരോട്, പിന്നെ എൻ്റെ ബന്ധുക്കൾ മാതുലന്മാർ, അങ്ങനെ ഇവരോടൊക്കെ യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാ അത് ചെയ്യുക കൃഷ്ണ? അങ്ങനെ അവരോട് യുദ്ധം ചെയ്തിട്ട് കിട്ടുന്ന ആ സാമ്രാജ്യം, സ്വത്ത്, ഇതൊക്കെ കിട്ടിയിട്ട് എന്ത് കാര്യം? അവരെയൊക്കെ വധിച്ചിട്ട് കിട്ടുന്ന ഈ സ്വത്തിനോ ഈ സാമ്രാജ്യത്തിനോ ഈ ഭൂമിക്കോ എങ്ങനെ എനിക്കത് അനുഭവിക്കാൻ കഴിയും കൃഷ്ണ എന്നും പറഞ്ഞിട്ട് യുദ്ധം ചെയ്യാൻ വിഷമിച്ചിട്ട്, ഞാൻ ഇവരോട് ഒരിക്കലും ഞാൻ യുദ്ധം ചെയ്യില്ല കൃഷ്ണ എന്നും പറഞ്ഞിട്ട് അർജുനൻ്റെ അമ്പും ശരൊക്കെ ആ ഗാണ്ഡീവം താഴെ വെച്ച് തളർന്നിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഭഗവാൻ അർജുനനെ ഗീത ഉപദേശിക്കുന്നത്. ആ ഗീത ഉപദേശിച്ചിട്ട് അത് 18 അധ്യായങ്ങളിൽ കൂടിയാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഗീത 18 അധ്യായമാണ്. അങ്ങനെ ആ സമയത്ത് ഭഗവാൻ ഇങ്ങനെ ഉപദേശിക്കുകയാണ് അർജുനന്. അതാണ് ഭഗവത്ഗീത എന്ന പേരിൽ നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്. പിന്നെ ഭഗവാൻ അർജുനനാണിത് ഉപദേശിച്ചു കൊടുക്കുന്നത്. ഉണ്ടായ സന്ദർഭം ഞാൻ പറഞ്ഞല്ലോ, തളർന്നിങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ്, തളർന്നിരിക്കുകയാണ്. ആ സമയത്താണ് ഈ ഗീത ഉപദേശിച്ചു കൊടുക്കുന്നത്. പിന്നെ മഹാഭാരത യുദ്ധം നടക്കാനുണ്ടായ കാരണങ്ങൾ, അത് ഇവർക്ക് അവകാശപ്പെട്ട സ്വത്ത് കൗരവർക്കും പാണ്ഡവർക്കും അവകാശപ്പെട്ടതാണ് ഈ സാമ്രാജ്യം. പക്ഷേ അതിൽ നിന്ന് ഒരു തരി ഭൂമി പോലും ഇവർക്ക് കൊടുക്കില്ല എന്ന് പറയാണ് കൗരവര്. ഈ കൗരവര് എന്ന് പറഞ്ഞാൽ ധൃതരാഷ്ട്രരുടെ മക്കളാണ് കൗരവര് എന്ന് പറയുന്നത്. കുരുവംശത്തിലാണ് ഈ സാമ്രാജ്യം, കുരുവംശജരാണ് അവർ. അതിലെ ധൃതരാഷ്ട്രരാണ് മൂത്ത പുത്രൻ. താഴെയുള്ള പുത്രനാണ് പാണ്ഡു. പാണ്ഡുവിൻ്റെ മക്കളെയാണ് പാണ്ഡവരെന്ന് പറയുന്നത്. ആ സാമ്രാജ്യത്തിലെ മൂന്ന് മക്കളാണ് ഉണ്ടാവുന്നത്. അത് വ്യാസമഹർഷി, വ്യാസദേവന് അംബികയിൽ ഉണ്ടാവുന്നതാണ് ധൃതരാഷ്ട്രര്, അംബാലികയിൽ ഉണ്ടാവുന്നതാണ് പാണ്ഡു. പിന്നെ അവരുടെ ദാസി, അതായത് ഗാന്ധാരി റാണിയുടെ, ഗാന്ധാരി ദേവിയുടെ ദാസിയായിരുന്ന സ്ത്രീയിലുണ്ടാവുന്നതാണ് വേദവ്യാസന് വിതുരര്. അപ്പം അവർ 3 പേരാണ്. പക്ഷേ രാജ്യപുത്രന്മാരെന്ന് പറയുന്നത് രാജ്ഞിമാർക്ക് ഉണ്ടായത് ഇവർ 2 പേരുമാണ്, ധൃതരാഷ്ട്രരും പാണ്ഡു. മറ്റേത് ദാസിപുത്രനായതുകൊണ്ട് അവിടെ എപ്പോഴും അപമാനിക്കപ്പെടുകയായിരുന്നു വിതുരര്. അങ്ങനെ ധൃതരാഷ്ട്രര് ജനിച്ചു കഴിഞ്ഞപ്പോൾ കണ്ണില്ലായിരുന്നു ധൃതരാഷ്ട്രർക്ക്. അത് എന്തുകൊണ്ടാച്ചാൽ അതിനും ഒരു കഥയുണ്ട്. അത് ഈ ഹസ്തിനപുരത്തിലെ
ഹസ്തിനപുരത്തിലെ രാജാവായിരുന്നു. അത് അവരുടെ കുലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹസ്തിനപുരം എന്ന സാമ്രാജ്യം ഭരിച്ചിരുന്നത് ശന്തനു എന്ന് പറഞ്ഞ ഒരു രാജാവായിരുന്നു. ശന്തനു രാജാവ്. ശന്തനു രാജാവ് ആദ്യം വിവാഹം കഴിച്ചത് ഗംഗാദേവീനെയായിരുന്നു. ഇതുപോലെ ഒരു ദിവസം ശന്തനു മഹാരാജാവ് ഗംഗാതീരത്തു കൂടെ ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഗംഗാദേവീനെ കാണുകയാണ്. അങ്ങനെ കാണുമ്പോൾ രാജാവിന് ഈ ഗംഗാദേവീനെ വിവാഹം കഴിക്കണം എന്നൊരാഗ്രഹം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ആഗ്രഹം ഉണ്ടായ സമയത്ത് ശന്തനു മഹാരാജാവ് ദേവിയോട് പറയും, എനിക്കിങ്ങനെ ഭവതീനെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ ദേവി ചില നിബന്ധനകൾ വയ്ക്കും. എനിക്ക് ഞാൻ പറയുന്നതിൽ വിട്ട് രാജാവ് ഒന്നും ചെയ്യാൻ പാടില്ല, മറുത്തൊന്നും പറയാൻ പാടില്ല. ഞാൻ എന്തു ചെയ്താലും അത് മറുത്തൊരക്ഷരം പറയരുത്. അതിന് പിന്നിലും ഒരു കഥയുണ്ട്. അങ്ങനെ കുറച്ച് വ്യവസ്ഥകളൊക്കെ വെച്ചിട്ടാണ് ശന്തനു മഹാരാജാവ് ഗംഗാദേവീനെ വിവാഹം കഴിക്കുന്നത്. അങ്ങനെ വിവാഹം കഴിഞ്ഞ് അതൊക്കെ ശന്തനു മഹാരാജ് സമ്മതിക്കും. അങ്ങനെ ഇവരുടെ വിവാഹം നടക്കും. വിവാഹം നടന്നിട്ട് ഗംഗാദേവിക്ക് ഓരോ കുട്ടികൾ ഉണ്ടാവുമ്പോഴും ആ ആദ്യം ഉണ്ടായ കുഞ്ഞിനെ ഗംഗയിൽ എറിഞ്ഞു കൊല്ലും. അത് കഴിഞ്ഞ് രണ്ടാമതൊരു കുഞ്ഞുണ്ടായി, അതിനേയും എറിഞ്ഞു കൊല്ലും. അങ്ങനെ 7ാമത്തെ കുട്ടീനെ എറിഞ്ഞു കൊല്ലാൻ നോക്കുമ്പോൾ ശന്തനു രാജാവ് തടയുകയാണ്. രാജാവ് തടഞ്ഞിട്ട് പറയും, ഈ കുഞ്ഞിനെ ഒരിക്കലും ദേവി കൊല്ലരുത്, ഈ കുഞ്ഞിനെങ്കിലും നമുക്ക് വളർത്തണം, ഒരിക്കലും കൊല്ലരുത് എന്ന് പറയുകയാണ്. അപ്പോൾ ദേവി പറഞ്ഞ വാക്ക് തെറ്റിച്ചില്ലേ ശന്തനു മഹാരാജാവ്? എന്നുവെച്ചാൽ ഞാൻ എന്തു പറഞ്ഞാലും അത് എതിർക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വാക്ക് തെറ്റിച്ചു, അതിനെ എതിർത്തൂലോ. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദേവി ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലെ ഏതെങ്കിലും സമയത്ത് അതിനെ ധിക്കരിച്ച് അതിന് വിഘ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഈ ഭൂമിയിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ രാജാവ് വാക്ക് തെറ്റിച്ചപ്പോൾ ദേവി പറയും, ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല, ഞാൻ എൻ്റെ മകനെയും കൊണ്ട് പോവാണ് എന്ന് പറയും. അങ്ങനെ 7ാമത്തെ പുത്രനായ ദേവവ്രതനെയും കൊണ്ട് ഗംഗാദേവി പോവാണ്. അവിടെ ദേവിയുടെ അവരുടെ ലോകത്തിലേക്ക് പോവും. അങ്ങനെ ആ ദേവലോകത്തിൽ പോയതിന് ശേഷം പിന്നെ കുറച്ചു കാലം ശന്തനു വളരെ ദുഃഖിതനായിട്ട്, പറഞ്ഞ വാക്ക് തെറ്റിച്ചേനാണ് ദേവി പോയത്. അപ്പം അങ്ങനെ കുറച്ചു കാലമൊക്കെ കഴിഞ്ഞു. രാജാവ് വളരെ ദുഃഖിതനായിട്ട് വേറെ വിവാഹമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വളരെ ദുഃഖിതനായിട്ട് ഇതേപോലെ തന്നെ ഒരു ദിവസം ഗംഗയുടെ തീരത്ത് ഉലാത്തുമ്പോൾ ഒരു 10-16 വയസ്സായ ഒരു പുത്രൻ ഇങ്ങനെ ഓടിക്കളിക്കുന്നു. നല്ല സൗന്ദര്യവും നല്ല പരാക്രമശാലിയും എല്ലാം കൊണ്ടും മൊത്തം ഒരു പുത്രൻ ഓടിക്കളിക്കുമ്പോൾ അത് രാജാവിൻ്റെ കണ്ണിൽ കാണുകയാണ്. അപ്പോൾ രാജാവ് അങ്ങനെ ചിന്തിക്കും, എൻ്റെ മകനുണ്ടെങ്കിൽ ഇന്ന് ഈ പ്രായമായിട്ടുണ്ടാവും. അങ്ങനെ മനസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് ദേവിയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. എൻ്റെ മകൻ ഇപ്പോൾ എത്രയായി ഉണ്ടാവോ, ഇപ്പോൾ വളർന്നിട്ടുണ്ട്, ഇതേ പ്രായമായിട്ടുണ്ടാവും എൻ്റെ മകൻ എന്നൊക്കെ ചിന്തിച്ച് ദേവീനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഗംഗാദേവി അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, ഇത് അങ്ങയുടെ പുത്രൻ തന്നെയാണ്. ഞാൻ അവനെ എല്ലാ വിദ്യകളും അഭ്യസിപ്പിച്ച് ഞാൻ എല്ലാതും പറഞ്ഞു കൊടുത്തു. അവനെ ദേവന്മാരുടെ ഇതിലല്ലേ വളരണേ, അപ്പോൾ എല്ലാ സദ്ഗുണങ്ങളും ഉണ്ടാവുമല്ലോ, സാത്വികമായ ഗുണങ്ങളും. അങ്ങനെ ഈ പുത്രനെ അങ്ങേ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് ഈ കുട്ടിയെ
ശന്തനു മഹാരാജാവിനെ കൊടുത്ത് അങ്ങനെ ദേവി അപ്രത്യക്ഷയാവുകയാണ്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോൾ എന്നെ കാണാൻ തോന്നുകയാണെങ്കിൽ അപ്പോൾ എന്നെ മനസ്സിൽ വിചാരിച്ചാൽ മതി, ആ സമയത്ത് ഞാനിവിടെ പ്രത്യക്ഷമാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മകനോടും പറഞ്ഞു. അങ്ങനെ ദേവി അപ്രത്യക്ഷമാവുകയാണ്. അങ്ങനെ ഈ കുട്ടിയെ മഹാരാജാവ് വളരെ സ്നേഹത്തോടുകൂടി എല്ലാ വിദ്യകളും അഭ്യസിപ്പിച്ച് അങ്ങനെ വളർത്തി കുറച്ച് അങ്ങോട്ട് ഒരു 18 വയസ്സാവുമ്പോൾ രാജാവ് ഇതേപോലെ ഒരു ദിവസം ഗംഗയുടെ തീരത്ത് കൂടെ ഇങ്ങനെ ഉലാത്തുമ്പോഴാണ് സത്യവതി എന്ന ഒരു മുക്കുവ കന്യകയെ കാണുന്നത്. ആ മുക്കുവ കന്യകയെ കാണുമ്പോൾ രാജാവിന് അതൊക്കെ ഓരോ നിമിത്തങ്ങളാണ്. ഇതെല്ലാം ഇപ്പോൾ ഓരോ സംഭവം നടക്കുന്നതും ഭഗവാന്റെ നിശ്ചയമാണ്. അല്ലാതെ എന്താ പറയുക, ഭഗവാൻ നിശ്ചയിച്ച കാര്യങ്ങൾ മാത്രമേ ഈ പ്രപഞ്ചത്തിൽ നടക്കുള്ളൂ. ഓരോരുത്തരുടെ ജീവിതത്തിലും ഭഗവാൻ നിശ്ചയിക്കുന്നത് മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ഭഗവാൻ ഓരോ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് പ്രകാരമാണ് എല്ലാവരുടെയും ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഈ സത്യവതിയെ കാണുമ്പോൾ ശന്തനു മഹാരാജാവിന് വളരെ താല്പര്യം തോന്നുന്നു. അങ്ങനെ സത്യവതിയുടെ അടുത്ത് ചെന്ന് പറയും, ഇങ്ങനെ ഭവതീനെ എനിക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയും. അപ്പോൾ സത്യവതി പറയും, എൻ്റെ പിതാവിനോട് പോയി ചോദിക്കാൻ പറയും. അങ്ങനെ പിതാവിനോട് പോയിട്ട് ശന്തനു മഹാരാജാവ് ചോദിക്കുമ്പോൾ പറയുകയാണ്, വിവാഹം കഴിച്ചു തരാൻ എനിക്ക് സമ്മതമാണ്, പക്ഷേ അങ്ങക്കൊരു പുത്രനുണ്ട്, ആ പുത്രനെ അങ്ങ് രാജ്യഭരണം രാജ്യം ഭരിക്കേണ്ട അല്ലെങ്കിൽ രാജാവാക്കേണ്ട ഒരു സമയം വരുമ്പോൾ ആ രാജ്യം ഈ പുത്രനെ ഏൽപ്പിക്കും. പക്ഷേ അതൊരിക്കലും ചെയ്യാൻ സാധിക്കില്ല. എൻ്റെ മകൾക്കുണ്ടാവുന്ന മക്കൾക്ക് മാത്രമേ രാജ്യഭരണം ഏൽപ്പിക്കാൻ പാടുള്ളൂ. എൻ്റെ മകളിലുണ്ടാവുന്ന പുത്രന്മാർക്ക് രാജ്യഭരണം ഏൽപ്പിക്കണം എന്ന് പറയും. അത് പറയുമ്പോൾ വല്ലാതെ വിഷമാവും. രാജാവിന് വല്ലാതെ വിഷമായിട്ട് വേണ്ട, വിവാഹം കഴിക്കണ്ടെന്നുള്ള ചിന്തയിൽ ഇങ്ങോട്ട് പോരും, വീട്ടിലേക്ക് കൊട്ടാരത്തിലേക്ക് വരും. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം ഈ രാജാവിനെ ഈ സത്യവതിയുടെ ചിന്ത മാത്രം. അങ്ങനെ രാജാവ് വളരെ രാജ്യഭരണത്തിലൊക്കെ ശ്രദ്ധ കുറഞ്ഞു, ഭക്ഷണം കഴിക്കാതെയായി. അപ്പോൾ ഇതെല്ലാം ആ പുത്രൻ ശ്രദ്ധിക്കുന്നുണ്ട്. ദേവവ്രതൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛനിൽ വന്ന മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അച്ഛനോട് ചോദിക്കണില്ല, മന്ത്രിയോട് ചോദിക്കുകയാണ്. മന്ത്രിയോട് പറയുകയാണ്, അച്ഛൻ എന്താണ് ഇപ്പോൾ രാജഭരണത്തിലൊന്നും ശ്രദ്ധയില്ല, ഭക്ഷണം ഒന്നും നേരാവണ്ണം കഴിക്കണില്ല, വളരെ ശോഷിച്ചു വരുന്നു അച്ഛൻ, എന്താണ് സംഭവം എന്നുള്ളത് ചോദിക്കുകയാണ്. അപ്പോൾ ആ മന്ത്രി പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ സത്യവതീനെ കണ്ടുമുട്ടിയതും വിവാഹ അഭ്യർത്ഥന നടത്തിയതും സത്യവതിയുടെ പിതാവ് പറഞ്ഞ കാര്യം എല്ലാം പറയുകയാണ്. അങ്ങനെ ഈ സത്യവ്രതൻ സത്യവതി അമ്മയുടെ അടുത്തേക്ക് പോയിട്ട് പറയുകയാണ്, സത്യവതിയുടെ അച്ഛനോട് പറയുകയാണ്, എനിക്ക് സമ്മതമാണ്, അതായത് എനിക്ക് രാജ്യഭരണവും വേണ്ട, ഞാൻ വിവാഹം കഴിക്കില്ല. അപ്പോൾ വിവാഹം കഴിക്കുമ്പോൾ അതിൽ മക്കളുണ്ടാവുമല്ലോ, അപ്പോൾ ആ മക്കൾക്ക് രാജ്യഭരണം ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വരില്ലേ, അപ്പോൾ അതും സാധിക്കില്ല എന്ന് പറയും സത്യവതിയുടെ അച്ഛൻ. അപ്പോൾ പറയുകയാണ്, ഇല്ല, ഞാൻ വിവാഹവും കഴിക്കില്ല, അതിലപ്പോൾ എനിക്ക് മക്കളുണ്ടാവില്ല, പിന്നെ അച്ഛൻ എന്നെ രാജ്യഭരണം ഏൽപ്പിച്ചാലും ആ രാജ്യം ഞാൻ ഒരിക്കലും അതിൻ്റെ രാജാവായി ഞാൻ ഭരിക്കില്ല, അത് സത്യമാണ്, ഞാൻ ഒരിക്കലും അത് അങ്ങനെ ഒരു ഇതില്ല എന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞ് സത്യം ചെയ്യാണ്. അങ്ങനെ മന്ത്രി വന്നിട്ട് രാജാവിനോട് എല്ലാ കാര്യങ്ങളും പറയും. അത് പറയുമ്പോൾ രാജാവിന് വളരെ വിഷമം തോന്നും. പുത്രനോട് പറയും, ഒരിക്കലും എനിക്ക് വേണ്ടി നിൻ്റെ ജീവിതം ഇതാക്കരുത്, എനിക്കിങ്ങനെ ഒരു വിവാഹം വേണ്ട എന്ന് പറയും. പക്ഷേ അവിടെ വെച്ചിട്ട് സത്യവ്രതൻ എല്ലാ ദേവന്മാരെയും പ്രകൃതിയിലെ എല്ലാത്തിനെയും സാക്ഷ്യം നിർത്തിയിട്ട് സത്യം ചെയ്യാണ്, ഞാൻ ഒരിക്കലും വിവാഹ ജീവിതം എനിക്ക് ഉണ്ടാവില്ല,
ഞാൻ ഒരിക്കലും ഈ രാജ്യത്തിൻ്റെ ഭരണം ഏൽക്കില്ല. ഇത് സത്യം 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 എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് സത്യം ചെയ്യാണ്, അഗ്നിസാക്ഷിയായിട്ട് സത്യം ചെയ്യാണ്. ആ സത്യത്തിൻ്റെ ആ ഒരു ധ്വനി എല്ലാ ദേവന്മാരും എല്ലാവരും ഇതെല്ലാം സന്നിഹിതരായിട്ടുണ്ടായിരുന്നു ഈ സത്യവ്രതൻ്റെ ആ ദൃഢമായ തീരുമാനം അറിഞ്ഞിട്ട്. അങ്ങനെ ഈ എന്താ ഇത് ദേവന്മാരൊക്കെ കേട്ടിട്ട് അങ്ങനെ അവിടെ പുഷ്പവൃഷ്ടി ചെയ്യാണ്. അന്ന് തൊട്ടാണ് ദേവവ്രതന് ഭീഷ്മർ എന്ന പേര് വരുന്നത്. അങ്ങനെ അപ്പം അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കുക എന്നുള്ളത് ഒരു പുത്രൻ്റെ ധർമ്മം. അതാണ് ഇവിടെ സത്യവ്രതൻ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കി തരണത്. അങ്ങനെ സത്യവതീനെ രാജാവ് വിവാഹം കഴിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരും. ഒരു മുക്കുവ സ്ത്രീയാണ് സത്യവതി. മുക്കുവരിൽ തന്നെ പ്രധാനിയുടെ മകളാണ് സത്യവതി. അങ്ങനെ സത്യവതീനെ വിവാഹം കഴിച്ചു കൊണ്ടുവരും. വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് അവർക്ക് അതിൽ 2 പുത്രന്മാരുണ്ടാവും. ശന്തനു മഹാരാജാവിനും സത്യവതിക്കും കൂടി 2 പുത്രന്മാരുണ്ടാവുകയാണ്. മൂത്ത പുത്രൻ ചിത്രാംഗതൻ, രണ്ടാമത്തെ പുത്രൻ വിചിത്രവീര്യൻ എന്നും പറഞ്ഞിട്ട് 2 മക്കളുണ്ടാവും. അപ്പോൾ രാജഭരണം രാജാവ് തന്നെ നടത്തിക്കൊണ്ട് പോണു. രാജാവിന് എപ്പോഴും മനസ്സിൽ വിഷമം തന്നെയാണ്. ആ വിഷമം മകനെ രാജാവാക്കാൻ സാധിച്ചില്ല, മകൻ വിവാഹം കഴിക്കണില്ല. അത്രയും സ്നേഹത്തോടു കൂടിയാണ് മകനെ വളർത്തിയത്. ആ വിദ്യാഭ്യാസമൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു. പരശുരാമൻ ആയുർവിദ്യ, ധനുർവിദ്യ ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പരശുരാമൻ്റെ അടുത്ത് പോയിട്ട്. ഭീഷ്മര്, അങ്ങനെയാണ് ഭീഷ്മർ എന്ന പേര് തന്നെ വന്നത്. അത്രയും ശക്തമായിരുന്ന ഇതാണ് ചെയ്തത് അച്ഛന് വേണ്ടിയിട്ട്. അങ്ങനെ ഈ കുട്ടികൾ ഉണ്ടാവണു. ഈ കുട്ടികൾ പക്ഷേ പ്രായപൂർത്തിയാവുമ്പോഴേക്കും ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ മരിക്കുകയാണ്. അച്ഛന് പല വിധത്തിലുള്ള, അതായത് ശന്തനു മഹാരാജാവ് നീറി മരിക്കുകയാണ്. ആ ഒരു ദുഃഖം എപ്പോഴും രാജാവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ മകൻ അത്രയും വലിയ ശപഥം എടുത്തു കഴിഞ്ഞു. ഇനി ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്ന് തീർച്ചപ്പെടുത്തി, രാജ്യഭരണം ഏൽക്കില്ല എന്ന് തീർച്ചപ്പെടുത്തി. അങ്ങനെയാണ് പിന്നെ ശന്തനു മഹാരാജാവ് സത്യവതീനെ വിവാഹം കഴിക്കണത്. അങ്ങനെ 2 കുട്ടികൾ ഉണ്ടാവുന്നു. ആ 2 കുട്ടികൾ പ്രായപൂർത്തിയാവുമ്പോഴേക്കും ശന്തനു മഹാരാജാവ് ഈ ശരീരം ഉപേക്ഷിച്ച് അങ്ങനെ ശന്തനു മഹാരാജാവിൻ്റെ പിന്നെ രാജാവ് ശരീരം ഉപേക്ഷിച്ചതിന് ശേഷം ഈ കുട്ടികളെ, മൂത്ത പുത്രനായ ചിത്രാംഗതനെ ഭീഷ്മരനെ രാജ്യഭാരം ഏൽപ്പിക്കുകയാണ്. രാജ്യഭാരം ഏൽപ്പിച്ചാലും എല്ലാ കാര്യങ്ങളും ചെയ്ത് വന്നിരുന്നത് രാജകുമാരൻ എന്നുള്ളൊരു പേര് മാത്രം. പക്ഷേ രാജ്യത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് നടത്തിയിരുന്നത്, എല്ലാ കാര്യങ്ങളും നോക്കിയായിരുന്നു. പ്രജകളുടെ കാര്യങ്ങളും ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും എല്ലാം നോക്കിക്കൊണ്ടിരുന്നത് ഈ ഭീഷ്മർ തന്നെയാണ്. അങ്ങനെ ഈ ചെറുപ്പത്തിൽ തന്നെ ഈ ചിത്രാംഗതം മരിക്കുകയാണ്. ചിത്രാംഗതം കൊല്ലപ്പെടും. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു യുദ്ധത്തിൽ വെല്ലുവിളിക്കുകയാണ്. ഒരു ഗന്ധർവ രാജാവ് ചിത്രാംഗതനെ വെല്ലുവിളിച്ചു. ആ യുദ്ധത്തിൽ ചിത്രാംഗതം മരിക്കും. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വിചിത്രവീര്യനെ രാജാവാക്കും. പക്ഷേ വിചിത്രവീര്യനും കുറച്ച് കഴിഞ്ഞപ്പോൾ വിചിത്രവീര്യന് വിവാഹപ്രായമായി. ആ വിവാഹപ്രായമായ സമയത്ത് വിചിത്രവീര്യനെ വിവാഹം കഴിക്കാനായിട്ട് കാശി രാജാവിൻ്റെ മക്കളെ, കാശി രാജാവിൻ്റെ പുത്രിമാരാണ് അംബ, അംബിക, അംബാലിക.
അങ്ങനെ ആ സാമ്രാജ്യം നിലനിർത്താൻ വേണ്ടിയിട്ട്, അതായത് സാമ്രാജ്യം നിലനിന്ന് പോണല്ലോ, ഭീഷ്മർ എന്തായാലും രാജ്യഭരണം ഏൽക്കില്ല പറഞ്ഞു. പിന്നെ വിവാഹം കഴിക്കാത്തത് കൊണ്ട് പുത്രന്മാർ വേറെ ഇല്ല. അതുകൊണ്ട് ഈ ചിത്രാംഗതം മരണപ്പെട്ടതിന് ശേഷം വിചിത്രവീര്യനെ രാജ്യഭരണം ഏൽപ്പിക്കുകയാണ്. അങ്ങനെ വിവാഹപ്രായമായപ്പോൾ വിചിത്രവീര്യന് വേണ്ടിയിട്ട് സത്യവതി ഭീഷ്മരോട് പറയാണ്, അവന് വിവാഹം കഴിക്കേണ്ട പ്രായമായി, അപ്പോൾ അവന് യോജിച്ച പെൺകുട്ടികളെ കണ്ടെത്തണം എന്ന് പറയാണ്. അങ്ങനെയാണ് കാശി രാജാവിൻ്റെ മക്കളായ അംബിക, അംബാലികയുടെ അടുത്ത് അവിടെ ആ രാജ്യത്തിൽ ചെന്ന്, ആ സമയത്താണെങ്കിൽ ഇവർക്ക് എന്താ പറയുക, രാജാക്കന്മാരെല്ലാവരും, കുറേ രാജാക്കന്മാരൊക്കെ ക്ഷണിച്ച്, രാജകുമാരന്മാരെയും ഒക്കെ ക്ഷണിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം രാജകുമാരന്മാരെ തിരഞ്ഞെടുക്കുക. അങ്ങനെ സ്വയംവരമാണല്ലോ അന്നൊക്കെ. അങ്ങനെ ആ സ്വയംവരം നിശ്ചയിച്ചിട്ട് അന്ന് ഈ രാജകുമാരന്മാരും രാജാക്കന്മാരും പല ദേശങ്ങളിൽ നിന്നും അന്ന് വന്നിട്ടുണ്ടായിരുന്നു ഈ കാശി രാജാവിൻ്റെ ആ സാമ്രാജ്യത്തിൽ. പക്ഷേ ആ സമയത്താണ് ഇവിടുന്ന് ഭീഷ്മരെ വിചിത്രവീര്യന് വേണ്ടി വധുക്കളെ നോക്കിയിട്ട് അങ്ങനെ പോണത്. അങ്ങനെ അവിടെ ചെന്ന് അന്നത്തെ കാലത്ത് ഒരു വിവാഹമല്ലല്ലോ നടത്തുക. രാജാക്കന്മാർക്ക് അന്ന് യോജിച്ച, അതായത് അവരുടെ കുലത്തിന് യോജിച്ച പെൺകുട്ടികളെ സ്വീകരിക്കാന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ കാശിരാജാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അന്ന് സ്വയംവരം നിശ്ചയിച്ച് കുറേ രാജകുമാരന്മാരും രാജാക്കന്മാരും വന്ന സമയത്താണ് ഭീഷ്മർ അവിടെ ചെല്ലണേ. അപ്പോൾ ഈ ആവശ്യം പറയും, ഇങ്ങനെ വിവാഹത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ആർക്കും എതിർക്കാനുള്ള ശക്തിയില്ല. എന്താ വെച്ചാൽ അത്രയും പേര് കേട്ട യോദ്ധാവായിരുന്നു ഭീഷ്മർ. അപ്പോൾ കാശി രാജാവ് ആർക്കും എതിർക്കാനുള്ള ധൈര്യമില്ല. അങ്ങനെ ഭീഷ്മർ ഈ കാശി രാജാവിൻ്റെ മക്കളെ ആ തേരിൽ തന്നെ കൊണ്ടുവരികയാണ്. ഇവരുടെ ഹസ്തിനപുരം എന്ന ആ സാമ്രാജ്യത്തിലേക്ക് ഈ കുട്ടികളെ, ഈ രാജകുമാരിമാരെ കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവന്നിട്ട് ചിത്രാംഗതന് വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. പക്ഷേ അതിലെ അംബിക ഇവിടെ കൊണ്ടുവന്നപ്പോൾ അംബിക വരണ വഴിയിൽ തന്നെ അംബിക പറയും, ഞാൻ ഒരു രാജകുമാരനായിട്ട് എൻ്റെ മനസ്സ് സമർപ്പിച്ചു കഴിഞ്ഞു. ഒരു രാജകുമാരനിൽ ഞാൻ ആ രാജകുമാരനെയാണ് മനസ്സാ വരിച്ചു കഴിഞ്ഞു. എനിക്കൊരിക്കലും ഈ ഹസ്തിനപുരത്തിലെ രാജകുമാരനെ സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറയും. അപ്പോൾ ഇവർ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നും ചെയ്തു. ഹസ്തിനപുരത്തിലേക്ക് ഈ 3 രാജകുമാരിമാരെയും കൊണ്ടുവന്നു. അപ്പോൾ അംബിക, അംബിക, അംബാലിക, അംബയുടെ ആഗ്രഹം ഭീഷ്മരെ അറിയിക്കുമ്പോൾ ഭീഷ്മർ പറയും, എന്നാൽ തിരിച്ച് പോയിക്കോളാൻ പറയും. പക്ഷേ തിരിച്ച് കാശി രാജ്യത്തിൽ ചെന്ന് ആ ഇഷ്ടപ്പെട്ടിരുന്ന രാജകുമാരൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ രാജകുമാരൻ പറയും, ഒരു പുരുഷൻ്റെ പാണീത്തലം കൈ പിടിച്ച സ്ത്രീ കൈ പിടിച്ചത് കൊണ്ട് ഇനി നിന്നെ വേൾക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയാം. എന്താ വെച്ചാൽ ഭീഷ്മർ ഇവരെ കൊണ്ടുവരുമല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മറ്റൊരു പുരുഷൻ്റെ കൈ പിടിച്ച് കൊണ്ടുവന്നപ്പോൾ അവരെല്ലാവരും ഭീഷ്മർക്കാന്ന് വിചാരിച്ചിട്ടാണ് മുമ്പ് ചോദിക്കുക. പക്ഷേ ഭീഷ്മർ പറയും, എനിക്ക് വേണ്ടിയിട്ടല്ല വിവാഹാലോചനയായിട്ട് വന്നതാണ്. കാശി രാജാവിന് ഭീഷ്മർക്കാന്ന് വിചാരിച്ചിട്ട് വളരെ സന്തോഷമായിരുന്നു. ഭീഷ്മരാണ് ഈ കുട്ടികളെ വിവാഹം കഴിക്കണേന്ന് വിചാരിച്ചിട്ട്, ഈ രാജകുമാരിമാരെ. പക്ഷെ പറയാണ്, എനിക്കല്ല, ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല. ഞാൻ അങ്ങനെ ശബ്ദം ചെയ്തിട്ടുണ്ട് അച്ഛനോട്. അപ്പോൾ എൻ്റെ അനിയന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ രാജകുമാരിമാരെ ആവശ്യപ്പെട്ടത് എന്ന് പറയും. അപ്പോൾ കാശിരാജാവിന് വളരെ വിഷമം തോന്നും. പക്ഷേ എതിർക്കാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ട് എതിർത്തില്ല. പക്ഷേ അമ്പ ഇത് പറയുമ്പോൾ തിരിച്ചു പൊക്കോളാനും പറയുമല്ലോ. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ആ രാജകുമാരൻ സ്വീകരിക്കില്ല. അങ്ങനെ അഗ്നിയിലെ ദേഹത്യാഗം ചെയ്യാണ് അമ്പ. ആ അമ്പയാണ് പിന്നത്തെ ജന്മത്തിൽ ശിഖണ്ഡിയായിട്ട് മഹാഭാരത യുദ്ധം സമയത്ത് ശിഖണ്ഡിയായിട്ട് വന്ന ഒരു, പറയില്ല, ആണും പെണ്ണും അല്ലാത്ത
ആ ഒരു ഇതിൽ വന്ന് ജനിച്ചിട്ട് ഭീഷ്മരോട് പക വീട്ടുകയാണ്. ആ ശിഖണ്ഡീനെ സാക്ഷി നിർത്തിയിട്ടാണ് ഭീഷ്മരെ വധിക്കണത്. അങ്ങനെ അമ്പ തിരിച്ചു പോവും. അംബിക അംബാലിക അവിടെ ജീവിക്കും. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഈ വിചിത്രവീര്യനും മരണപ്പെടുകയാണ്. അങ്ങനെ ആ സാമ്രാജ്യം ഭരിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥ വരും. എന്നുവെച്ചാൽ കുട്ടികളുണ്ടായില്ല. 2 മക്കളും മരിച്ചു. ചിത്രാംഗതനും മരിച്ചു, വിചിത്രവീര്യനും മരിച്ചു. ആരുമില്ല രാജ്യഭരണം ഏൽക്കാനായിട്ട്. അപ്പോൾ സത്യവതി പറയും, ഭീഷ്മരോട് പറയും, രാജ്യം അനാഥമായിട്ട് പോവും, മകനെ നീ ഈ രാജ്യഭാരം ഏൽക്കണം. പക്ഷേ ആദ്യം ഈ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് സത്യവതിയുടെ അച്ഛൻ പറയണത്. സത്യവതിയിലുണ്ടാവുന്ന മക്കൾക്ക് രാജ്യഭരണം കൊടുക്കണം എന്ന് പറയുമ്പോൾ അന്ന് സ്വാർത്ഥത കൊണ്ടാണ്. സ്വന്തം മക്കൾക്ക് വേണ്ടി രാജ്യം കൊടുക്കുക. ആ ഒരു ചിന്തയിലാണ് ഇതെല്ലാം ഉണ്ടാവുന്നത്. അങ്ങനെ ഭീഷ്മർ പറയും, ഇല്ല അമ്മേ, ഞാൻ എൻ്റെ അച്ഛന് കൊടുത്ത ശബ്ദം ഒരിക്കലും തെറ്റിക്കില്ല, ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് പറയും. അങ്ങനെയാണ് പിന്നെ ഇനി എന്താ ഒരു പോംവഴി എന്ന് പറയുമ്പോൾ ഭീഷ്മർ പറയാണ്, അതിനൊരു നല്ലൊരു പോംവഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. വ്യാസമഹർഷിയോട്, വ്യാസനിൽ നിന്നാണ് ഞാൻ കുറേ വിദ്യകളൊക്കെ അഭ്യസിച്ചിട്ടുണ്ട്. അപ്പോൾ വ്യാസമഹർഷിയോട്, അതായത് സത്യവതി വരണേക്കാൻ മുമ്പ് ഈ കുട്ടീനെ വളർത്തി കൊണ്ടുവന്നല്ലോ, ഗംഗാദേവി ഇവിടെ കൊണ്ടുവന്ന് രാജാവിനെ ഏൽപ്പിച്ചതിന് ശേഷം പല നല്ല ഗുരുക്കന്മാരിൽ നിന്ന് വേദവ്യാസനിൽ നിന്നും നല്ല നല്ല അറിവുകൾ നേടി, പിന്നെ പരശുരാമനിൽ നിന്ന് വിദ്യകൾ നേടി, അത്രയും ഉത്കൃഷ്ടമായ ഒരു സ്ഥിതിയിലായിരുന്നു ഭീഷ്മര്. അറിവ് കൊണ്ടും യുദ്ധവീര്യം കൊണ്ടും എല്ലാം കൊണ്ടും സാത്വികമായ ഒരു മനോഭാവമായിരുന്നു. പക്ഷേ അനിയന്മാർക്ക് വേണ്ടിയിട്ടാണ് കാശി രാജ്യത്ത് പോയിട്ട് ആ കുട്ടികളെ കൊണ്ടുവന്നത്. രാജ്യഭരണം അല്ലെങ്കിൽ രാജ്യം നിലനിർത്താൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ശത്രുക്കൾ വന്ന് രാജ്യം ആക്രമിച്ച് ആ രാജ്യത്തിൻ്റെ ഗതി തന്നെ ഇല്ലാണ്ടാവും. അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭീഷ്മരെ അങ്ങനെ ചെയ്യണത്. അങ്ങനെ അങ്ങനെ ഈ വേദവ്യാസനെ കൊണ്ടുവരാൻ പറയാണ്. അങ്ങനെ മനസ്സിലിങ്ങനെ അപ്പോഴാണ് സത്യവതി പറയണത്, വേദവ്യാസൻ എൻ്റെ പുത്രനാണ് എന്ന് പറയും. അതായത് ഈ ശന്തനു മഹാരാജാവിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് സത്യവതി ഈ കടത്തു തോണി തുഴയലാണ് സത്യവതിക്ക് ജോലി. അതായത് അച്ഛൻ കടത്തു തോണി മുക്കുവനല്ലേ, അങ്ങനെ കടത്തു തോണി തുഴഞ്ഞ് എല്ലാവരെയും അക്കരെ ഇക്കരെ എത്തിക്കലാണ് ഇവരുടെ ജോലി. അന്ന് അച്ഛനെന്തോ, അതാണ് ഭഗവാന്റെ തീരുമാനം എന്ന് പറയുന്നത്. അച്ഛൻ അന്ന് എന്തോ ഒരു പ്രശ്നത്തിൽ അന്ന് കടത്തു തോണി മകളെ ഏൽപ്പിക്കുകയാണ്. യാത്രക്കാരെ അക്കരെ ഇക്കരെ എത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏൽപ്പിക്കുമ്പോഴാണ് പരാശര മുനി എന്ന് പറഞ്ഞ മഹർഷി, അതായത് വേദവ്യാസൻ്റെ അച്ഛൻ പരാശര മുനി ആ കടത്തു തോണിയിൽ യാത്രയ്ക്ക് വരികയാണ്. ആ സമയത്ത് ഈ സത്യവതീനെ കണ്ടപ്പോൾ അതുവരെ മത്സ്യഗന്ധി എന്നാണ് ഈ സത്യവതിയെ പറഞ്ഞിരുന്നത്. മത്സ്യത്തിൻ്റെ മണം എന്ന് വെച്ചാൽ മുക്ക് വരെ മീൻ പിടിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, ഇവരെപ്പോഴും മത്സ്യത്തിൻ്റെ മണമായിരുന്നു. അപ്പോൾ ഈ പരാശര മുനി സത്യവതീനെ കാണുമ്പോൾ അങ്ങനെ വിവാഹം കഴിക്കണം എന്നുള്ള ഒരു ഇത് വരികയാണ്. അത് ഭഗവാന്റെ തീരുമാനം. എന്താ വെച്ചാൽ വേദവ്യാസൻ ആരാണ്? വേദവ്യാസൻ ഭഗവാന്റെ ആ ഒരു അവതാരാണ് വേദവ്യാസൻ. അപ്പോൾ ആ വേദവ്യാസനെ അവിടെ ഭഗവാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്, പരാശര മുനിയിലും സത്യവതിയിലും എൻ്റെ അവതാരം വന്ന്
അവതാരം എടുക്കണം എന്നുള്ളത് ഭഗവാൻ തന്നെ തീരുമാനിച്ചിട്ടാണ് ഈ പരാശര മുനിയും സത്യവതിയും തമ്മിൽ കണ്ടുമുട്ടണതും. അങ്ങനെ സത്യവതിയോട് വിവാഹ അഭ്യർത്ഥന നടത്തുകയാണ്. ഇങ്ങനെ ആഗ്രഹം പറയുകയാണ്. ആഗ്രഹം പറയുമ്പോൾ അങ്ങ് എന്താണ് പറയണത്, ഞാനൊരു മുക്കുവ കന്യക, അങ്ങ് എത്രയോ വലിയ ആളാണ് എന്നൊക്കെ പറയാണ് സത്യവതി. അപ്പോൾ പറയും ഇത് എന്താണ്, നിയതിയുടെ അതാണ്, ഭഗവാന്റെ തീരുമാനമാണ്, അപ്പോൾ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. അപ്പോൾ പറയും എന്നിൽ നിന്ന് എപ്പോഴും ഈ മത്സ്യഗന്ധാണ് വരണത്, അങ്ങേപ്പോലെയുള്ള ഒരു മഹർഷി ഒരിക്കലും ഇത് പാടില്ല എന്നൊക്കെ പറയും. ആ സമയത്ത് പറയുകയാണ് ഇത് ഭഗവാന്റെ നിശ്ചയമാണ്. അങ്ങനെ അവിടെ ഒരു മറയുണ്ടാക്കുകയാണ്, പുകമറ പോലെ ഉണ്ടാക്കുകയാണ്, കൊട്ടാരം പോലെ ഒരു റൂമും എല്ലാവിധ സൗകര്യങ്ങളും കൂടിയായിട്ട് ഒരു റൂം. പുകമറ ആ ഭാഗത്ത് മുഴുവൻ ഉണ്ടാക്കും, പരസ്പരം ആർക്കും ഒന്നും കാണാത്ത വിധത്തിൽ. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് അങ്ങനെ ഈ മത്സ്യഗന്ധം പോയിട്ട് കസ്തൂരി ഗന്ധം വരും. കസ്തൂരി ഗന്ധമാണ് സത്യവതിക്ക് പിന്നെ ഉണ്ടാവണത്. ആ കസ്തൂരി ഗന്ധം വരണ കണ്ടിട്ടാണ് ശന്തനു മഹാരാജാവ് സത്യവതീനെ ശ്രദ്ധിക്കണതും അങ്ങനെ ആകൃഷ്ടനാവണതും. അത്രയും സൗന്ദര്യമാണ് സത്യവതിക്ക്. അങ്ങനെ ആ സത്യവതീനെ പ്രാപിച്ചിട്ട് അതിലുണ്ടായതാണ് വേദവ്യാസൻ. ആ വേദവ്യാസൻ ജനിച്ച്, അത് നമ്മളെപ്പോലെയല്ല, വേദവ്യാസൻ ഭഗവാന്റെ അവതാരമാണെന്ന് പറഞ്ഞല്ലോ. ആ ജനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മോട് പറയും, എൻ്റെ ലോകം ഇതല്ല, എൻ്റെ ജീവിതം വേറെയാണ്, എൻ്റെ ലോകം ഇതല്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ് വേദവ്യാസൻ. അങ്ങനെ പിന്നീട് ചെറുപ്പത്തിലത്തെ കഥകളൊന്നും അധികം അറിയില്ല. അങ്ങനെ വേദവ്യാസനായിട്ട് മാറുകയാണ്. കൃഷ്ണദ്വൈപായനൻ എന്നായിരുന്നു വേദവ്യാസൻ്റെ ആദ്യത്തെ പേര്. പിന്നീട് വേദങ്ങളൊക്കെ പകർത്തിട്ടാണ് പിന്നീട് വേദവ്യാസൻ എന്ന പേര് വന്നത്, കൃഷ്ണദ്വൈപായനി. അങ്ങനെ വേദവ്യാസനാണ് എൻ്റെ ഗുരു. അപ്പോൾ എനിക്കറിയാമെന്ന് പറയുമ്പോൾ സത്യവതി അമ്മ പറയാണ്, എൻ്റെ പുത്രനാണ്, ജനിച്ച് നിമിഷങ്ങൾക്കകം എൻ്റെ മകൻ എന്നെ ഉപേക്ഷിച്ച് പോയി. പക്ഷേ എപ്പോഴാണ് എന്നെ അമ്മയ്ക്ക് കാണണമെന്ന് തോന്നണേ ആ നിമിഷം ഞാനിവിടെ എത്തുമെന്ന് സത്യവതി അമ്മയോട് പറഞ്ഞിട്ടാണ് ഈ കൃഷ്ണദ്വൈപായനൻ അവിടുന്ന് പോണത്. അപ്പോൾ ഇത് പറയുമ്പോൾ എന്താണ്, ഭീഷ്മരെ ഭഗവാനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അത് വിചാരിക്കണ സമയത്ത്, അത് സത്യവതി ആ മനസ്സിൽ വിചാരിക്കണ സമയത്ത് അവരെത്തും. അതാണ് അവരുടെ ആ ഒരു ഗുണം. നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല ഇതൊന്നും. ഇതൊക്കെ പ്രകൃതിയുടെ ഓരോ നിയമങ്ങളാണ്, ഭഗവാന്റെ തീരുമാനമാണ്. അങ്ങനെ വ്യാസദേവനെ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും വ്യാസദേവൻ എത്തുമ്പോൾ അങ്ങനെ അമ്മയും മോനും കൂടി കണ്ട് കുറച്ച് നേരം സംസാരം അതൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ ഈ രാജകുമാരിമാരുടെ അടുത്തേക്ക് സന്താനോൽപാദനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ അംബികയുടെ അടുത്ത് ചെല്ലുകയാണ്. അംബികയുടെ അടുത്ത് ചെല്ലുമ്പോൾ അംബികൻ അതേപോലെ അംബാലിക ഈ രണ്ടുപേരും വളരെ സുന്ദരിമാരാണ്, രാജകന്യകമാരാണ്. പക്ഷേ വേദവ്യാസനോ ഒരു കുള്ളനാണ്, സൗന്ദര്യത്തിലൊന്നും ശ്രദ്ധയില്ല, ശരീരബോധമൊന്നുമില്ല അവർക്ക്. അവർ ആത്മാരാമന്മാരാണ്, ആത്മാവിൽ രമിച്ച് നടക്കുന്ന മഹർഷീശ്വരന്മാരാണ് അവരൊക്കെ. അപ്പോൾ അവർക്ക് ഇതിലൊന്നും ഒരു ശരീരത്തിനെ കുറിച്ച് ശ്രദ്ധിക്കുകയോ ഒന്നുമില്ല. ആത്മാരാമന്മാർ എന്നാണ് പറയുക. ആത്മാവിൽ രസിച്ച് സന്തോഷിച്ച് ആനന്ദചിത്തന്മാരായിട്ട് നടക്കുന്നവരാണ് ഇവർ. അങ്ങനെ വേദവ്യാസൻ അംബികയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അംബികയ്ക്ക് അറപ്പും വെറുപ്പും എല്ലാം വരികയാണ് ഈ മഹർഷീനെ കാണുമ്പോൾ, ഈ വേദവ്യാസനെ കാണുമ്പോൾ. അങ്ങനെ കണ്ണടച്ചിട്ടാണ് ആ സന്താനോൽപാദനം അവിടെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് കണ്ണടച്ചിട്ടുണ്ടായത് കൊണ്ടാണ് ധൃതരാഷ്ട്രരെ കുരുടനായിട്ട് ജനിച്ചത്. അംബാലികയുടെ അടുത്ത് ചെല്ലുമ്പോൾ ആകെ വിളറി വെളുത്ത് അവർ അറപ്പോടും വെറുപ്പോടും കൂടിയിട്ട് ഇങ്ങനെ വിളർത്തിട്ടാണ് സന്താനോൽപാദനം ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന കുട്ടിയാണ് പാണ്ഡു.
പക്ഷേ അവരുടെ ദാസിയുടെ അടുത്തേക്ക് ദാസിയോട് പറയുകയാണ്. അപ്പോൾ ഇവർ പറയും, വേദവ്യാസം പറയും, ചെന്നിട്ട് അമ്മോട് പറയും, ഇങ്ങനെ അംബിക എന്നെ സ്വീകരിച്ചത് ഇങ്ങനെയാണ്, അംബാലിക എങ്ങനെയാണ് സ്വീകരിച്ചത്, അപ്പോൾ അവർക്ക് ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ ഇതുപോലെയാവും എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് മൂന്നാമത് ദാസിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ദാസി വേദവ്യാസൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും ഭക്തി ആദരപൂർവ്വമാണ് വേദവ്യാസനെ സ്വീകരിക്കുന്നത്. അങ്ങനെ ആ സന്തോഷത്തോടും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി സ്വീകരിച്ചിട്ട് ആ മനോഭാവത്തോടു കൂടിയാണ് ആ സന്താനോൽപാദനം അവിടെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നതാണ് വിതുരര്. വിതുരര് ശരിക്ക് ധർമ്മദേവൻ്റെ പുത്രനാണ്. ധർമ്മദേവൻ ഈ എന്താ പറയുക, മനുഷ്യനായിട്ട് ഇവിടെ ജന്മം കൊള്ളുകയാണ്. ധർമ്മപുത്രരുടെ മകനാണ് വിതുരര്. നീതിശാസ്ത്രം അത്രയും ഇതാണ് വിതുരർക്ക്. മഹാഭാരത യുദ്ധസമയത്ത് വളരെയധികം പ്രധാനമാണ് വിതുരരുടെ ഓരോ ഉപദേശങ്ങളും വാക്കും. ധൃതരാഷ്ട്രർക്കൊക്കെ കുറേ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ശരിക്കും ഒരു മന്ത്രിയാണ് വിതുരര്. പക്ഷേ രാജ്യഭരണത്തിലൊന്നും വിതുരർക്ക് പറയാൻ പാടില്ല. എന്നുവെച്ചാൽ ധർമ്മം എവിടെയാണോ അവിടെയാണ് വിതുരര് നിൽക്കുക. അപ്പോൾ പാണ്ഡവർക്കാണ് എപ്പോഴും ധർമ്മം, പാണ്ഡവർക്കാണ്. കൗരവർക്ക് അവരെ അധർമ്മികളാണ്. അധർമ്മികളായതുകൊണ്ടാണ് ഈ മഹാഭാരത യുദ്ധം തന്നെ ഉണ്ടാവുന്നത്. അങ്ങനെ ഈ ധൃതരാഷ്ട്രരും ധൃതരാഷ്ട്രർക്ക് കണ്ണ് കാണില്ല, കുരുടനായിട്ട് ജനിക്കും. പാണ്ഡു എന്താ പറയുക, ഈ നിറച്ച് പാണ്ടായിട്ട് വന്ന് ജനിക്കും. വിതുരര് ഭഗവാൻ ശ്രീകൃഷ്ണനെ പോലെ തന്നെയാന്ന് പറയുന്നത്. നല്ല സൗന്ദര്യവും എല്ലാ ഉത്തമ ഗുണങ്ങളും എല്ലാം ഒത്തിണങ്ങിയ ഒരു പുത്രനായിട്ടാണ് വിതുരര് ജനിക്കുന്നത്. അങ്ങനെ ഈ അധർമ്മികളായ ധൃതരാഷ്ട്രർക്ക്, അതായത് അവർ വളർന്നു വന്നു, രാജഭരണം കണ്ണില്ല, കുരുടനാണ്, അതുകൊണ്ട് രാജാവാക്കാൻ പറ്റില്ല ധൃതരാഷ്ട്രരെ. പക്ഷേ പാണ്ഡു ആണെങ്കിൽ വളരെ സൽസ്വഭാവി, ധർമ്മത്തിലധിഷ്ഠിതമായ ജീവിതം, സാത്വിക ഗുണമുള്ളവൻ, അതിലും ഉപരി ഭഗവത് ഭക്തൻ, അത്രയും ഭക്തനായിരുന്നു. അങ്ങനെയാണ് പാണ്ഡുവിനെ രാജ്യഭരണം ഏൽപ്പിച്ചു കൊടുക്കണേ. അങ്ങനെ പാണ്ഡു ആണ് രാജാവായിട്ട് ഹസ്തിനപുരം, അതായത് ശന്തനുവിൻ്റെ ആ കാലം കഴിഞ്ഞുല്ലോ, പിന്നെ പാണ്ഡു ആണ് രാജ്യം ഭരിക്കേണ്ടത്. ഇവിടെ വെച്ച് കഥ നിർത്തുകയാണ്. ഇനിയുള്ള കാര്യങ്ങൾ പിന്നീട് പറഞ്ഞു തരാം. അപ്പോൾ ആരുടെ ഭരണസമയത്തായിരുന്നു മഹാഭാരത യുദ്ധം നടന്നത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ധൃതരാഷ്ട്രരാണ് രാജ്യം ഭരിച്ചിരുന്നത്. അത് ആ സമയത്ത് പാണ്ഡു ഭരണസമയത്ത് അവർ ഉല്ലാസത്തിന് വേണ്ടി കാട്ടിലേക്ക് പോവുകയുണ്ടായി. അപ്പോൾ 2 ഭാര്യമാരെയും കൊണ്ട് പോകുന്നു. അതിങ്ങനെ കഥഞ്ഞു വരും. ആ സമയത്ത് കുറച്ചു കാലം പാണ്ഡു പോയ സമയത്ത് ധൃതരാഷ്ട്രര് രാജ്യഭരണം ഏറ്റെടുത്തു. പക്ഷേ ധൃതരാഷ്ട്ര രാജാവായാലും ധൃതരാഷ്ട്രയുടെ മകനായ ദുര്യോധനനാണ് രാജ്യം മുഴുവൻ ഭരിച്ചിരുന്നത്. അപ്പോൾ ഈ അധർമ്മിയായ ദുര്യോധനന് വേണ്ടിയിട്ട് ധൃതരാഷ്ട്രര് എല്ലാ ധർമ്മങ്ങളും മറന്ന് അധർമ്മിയായിട്ട് പാണ്ഡവർക്ക് അവകാശപ്പെട്ട ഒരു തുണ്ട് ഭൂമി പോലും കൊടുക്കാതെ ഭഗവാൻ ചെല്ലുകയാണ്. ഒരു തുണ്ട് ഭൂമിയെങ്കിലും, ഒരു സൂചിക്ക് ഇടം തരാൻ പറഞ്ഞിട്ട്, ഒരു സൂചി കുത്താൾ ഒരു ഇടെങ്കിലും അവർക്ക് കൊടുക്കാൻ പറയുമ്പോൾ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അപമാനിച്ച് ഭഗവാനെ വിടുകയാണ്. അങ്ങനെയാണ് ഈ മഹാഭാരത യുദ്ധം ഉണ്ടാവുന്നത്. അതായത് സ്വന്തം മകൻ്റെ എല്ലാവിധ വൃത്തികേടുകളും കണ്ടിട്ടും തടുക്കാതെ മകന് വേണ്ടിയിട്ട്, സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അധർമ്മിയായിട്ട് കാര്യങ്ങൾ ചെയ്യാണ് ധൃതരാഷ്ട്രര്. അങ്ങനെയാണ് അവിടെ മഹാഭാരത യുദ്ധം ഉണ്ടാവുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ് നിർത്തുകയാണ്.
എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അറിയാവുന്നവർ ഇത് കേൾക്കുകയാണെങ്കിൽ തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരണം. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു.